ഷോപ്പിംഗ് പോവാം. എന്ത് ചെറുക്കൻ്റെ പ്രശ്നം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ലോങ് വീഡിയോ ഇടുന്നത്. എനിക്ക് ഫൈനലി വെക്കേഷനായി. എനിക്കിനി കുറച്ച് നാളത്തേക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ട്. സോ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ ആൻഡ് ഐ ആം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇന്ന് ഞാൻ എമ്പുരാൻ കാണാൻ പോവാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഇൻ ജർമ്മൻ തിയേറ്റർ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലമായി, ബട്ട് ഇതുവരെ ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ല. ബിക്കോസ് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മലയാള സിനിമയൊന്നും വരാറില്ല. AR വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. അപ്പോൾ നമുക്കെങ്ങനെ പോവല്ല. പിന്നെ കുറച്ച് പേര് എന്നോട് പറഞ്ഞായിരുന്നു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ എമ്പുരാൻ കാണാൻ പോകുമ്പോൾ, അതാണ് കാടിൻ്റെ നിയമം. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ വൈ ഷുഡിൻറ്റ്, നമ്മളൊരു കോഡൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്ത് നമ്മളൊരു കോഡ് പറയുമ്പോൾ നമ്മൾ കോഡ്. അങ്ങനെ ഫൈനലി നമ്മൾ റെഡി ആയിരിക്കുകയാണ്. മറ്റേ പശുവിനിട്ട പോലത്തെ സാധനമുണ്ട് എന്നൊക്കെ പറയുന്ന കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഇതേ പോണേന് മുന്നേതാ ഒന്നും കൂടെ ലൂസിഫർ കാണുമെന്ന് വിചാരിച്ചു. ബിക്കോസ് മമ്മി പറഞ്ഞിട്ടുണ്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ റിവൈസ് ചെയ്യണമെന്ന്. ആൻഡ് കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ എൻ്റെ ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ്, ഐ മീൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഇൻ ജർമ്മനി ഞാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേസമയം എനിക്ക് സോഷ്യലി ഞാൻ കുറച്ച് ആൻഷ്യസ് ആണ്. ബിക്കോസ് ഒത്തിരി മലയാളികൾ വരാൻ പോവാണ്. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു മലയാളി ഗ്യാതറിംഗ് കണ്ടിട്ടില്ല. സോ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെ എൻ്റെ ആ സോഷ്യൽ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒച്ചയാക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ഓ ഗോഡ്, അധികം മലയാളീസ് ഉണ്ടാവല്ലേ. ഞാൻ കുട്ടിക്കാലം തൊട്ട് റിലീസാവുന്ന എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ആൻഡ് നോ വൺ വുഡ് എവർ ബിലീവ് ദാറ്റ് ഞാൻ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാനായിട്ട് ഒരു കൊല്ലമായി എന്നുള്ളത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഇറങ്ങിയ ഏറ്റവും ഫേമസ് പടം എന്ന് പറയുന്നത് ജയിലറും പിന്നെ RRR-ഉമാണ്. RRR-അല്ല, AR. നമ്മൾ സിനിമ കാണാൻ പോണതിന് മുന്നേ നമുക്ക് പച്ചക്കറി വാങ്ങാൻ പോകണം. ബിക്കോസ് എമ്പുരാനിലും വലുതാണ് നമുക്ക് പച്ചക്കറി. അപ്പോൾ നമ്മുടെ അടുത്തൊരു മാളുണ്ട്, അവിടെയാണ് നമ്മൾ പോയിട്ട് നാളത്തേക്കുള്ള, നാളെ സൺഡേ ആണ്, ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇന്നേ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം നമുക്ക് ഷോപ്പിംഗ് പോവാം. എന്ത് ചെറുക്കൻ്റെ പ്രശ്നം? ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയുന്നവരൊക്കെ പറഞ്ഞു തരണം. ഒരു മരുത്ത മലബോട്ടി, അല്ല ഫ്രൂട്ടല്ല, വെജിറ്റബിളാണ് കഴിച്ചത്. ഇതിൽ കാണുന്നത് സുപ്പൻറ്റിലുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമുക്ക് സിനിമയ്ക്ക് പോകാൻ ഇനി അരമണിക്കൂറും കൂടി ഉള്ളൂ. അയ്യോ, ഐ എം സോ എക്സൈറ്റഡ്. 8:15 നമുക്ക് ഷോ. സോ നമുക്ക് 8 മണിക്ക് പോയാൽ മതി. സോ 7:30 നമുക്ക് പതിയെ ഇറങ്ങാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ പോയി സിനിമ കണ്ടിട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കില്ല, 3 മണിക്കൂർ കുത്തിരിക്കണം. അവിടെ വെള്ളം ഒന്നും കുടിക്കാണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. യെസ്, ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇതാണ് ഗൈസ് നമ്മുടെ തിയേറ്റർ. അത് മൊത്തം തിയേറ്ററാണ്, ബട്ട് നമുക്ക് ഈ ഒരു ഭാഗം മതിയായിരിക്കും. Logi, what's your expectations for the film? നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അത്ര കൂടുതൽ എക്സ്പെക്ടേഷൻ ഇല്ല, കാരണം മിക്സ്ഡ് റിവ്യൂസ് ആണ് കേട്ടത്. എന്നാലും ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആറിലാണ് പോയി കണ്ടത്. നമ്മുടെ PVR അത്ര വരില്ല. PVR എത്ര തവണ പോയിട്ടുണ്ട്? 2 തവണ. നമുക്ക് ഇവിടുത്തെ ഫുഡൊന്നും അങ്ങനെ മൂക്ക് വരും. നമുക്ക് ഇവിടുത്തെ ഫുഡൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അയ്യോ ആ ചേട്ടൻ കാണും, പിന്നെ എടുക്കാം, കുപ്പി പിന്നെ എടുക്കും. ജ്യൂസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ചിപ്സ് ഞാൻ എടുക്കാൻ മറന്നുപോയി. ദൈവമേ, ബ്രേക്കിൽ എന്ത് സെയിം അല്ലേ നമ്മൾ. ഇതിനെത്ര ആയടാ? ഇതിന് മോൻ എത്ര മുടക്കി? 2 കൂടെ 13. ലാഭാ. പക്ഷെ അത് കൊള്ളില്ലാന്ന് പറഞ്ഞു. ഹൗ ഈസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്? വെരി കോസ്റ്റ്ലി ഔട്ട്ഫിറ്റ്. നിനക്ക് വല്ല എക്സ്പെക്ടേഷൻ ഉണ്ടോ? എക്സ്പെക്ടേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പടം നന്നായി മതി.
ഗൈസ് ഇറ്റ്സ് അപരാധം. കാരണം 15 മിനിറ്റായിട്ട് ഞങ്ങൾ പരസ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പൈസ കൊടുത്ത് പരസ്യം കാണുന്ന പോലെയാണ്. ഗൈസ് അടിപൊളി പടാണ് ഗൈസ്. സോ പ്രൗഡ് ഓഫ് പൃഥ്വിരാജ്. ലൈക്ക് അടിപൊളി അടിപൊളി മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ എന്തായാലും കാണാം. ഇതാണ് ഇതാണ് ഞങ്ങൾ കണ്ട തിയേറ്റർ കേട്ടോ. ഞങ്ങൾ പടം കഴിഞ്ഞ് പോവാണ്. തണ്ടർ ബോൾസ് എന്നൊക്കെ പറഞ്ഞ പടമുണ്ട്. ഞങ്ങൾ മൈൻഡ് ആക്കില്ല. പക്ഷേ എമ്പുരാന്റെ പോസ്റ്റർ വെക്കാത്തതിൽ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കും. എനിവേസ് ഗൈസ്, നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും പടത്തിന്? പടത്തിന് എത്ര 10ൽ എത്ര കൊടുക്കും? 10 out of 10. നിനക്കോ? ഫൈറ്റ് വെൽ കൊറിയോഗ്രാഫ്ഡ് അല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. വെൽ കൊറിയോഗ്രാഫ്ഡ് അല്ലേ, കൊറിയോഗ്രാഫ്ഡ് ആണെന്ന്. എനിവേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ കാണാം. ബൈ. എമ്പുരാനേ എമ്പുരാ